السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, നൂറുൽ ഖുർആനിന്റെ ഇന്നലെ നടന്ന ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിലെ 57-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് നാം കേട്ടത്. ഇനി അതിനെ തുടർന്നുകൊണ്ടുള്ള ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തിൽ ബനു ഇസ്രായേൽ വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടൽ കടന്ന് അവരുടെ വാഗ്ദത്ത ഭൂമിയായ പലസ്തീനിലേക്ക് പോകുന്ന വഴി അല്ലാഹു അവർക്ക് നൽകിയ 2 അനുഗ്രഹങ്ങളെ, മന്ന അതുപോലെ തന്നെ സെൽവ, അതുപോലെ തന്നെ അവർക്ക് മേഘം കൊണ്ട് തണലിട്ട് കൊടുത്തതിനെ കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകിയിട്ടും അവർ അക്രമം പ്രവർത്തിക്കുകയാണുണ്ടായത്. അള്ളാഹുവിന്റെ കൽപ്പനയായ അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുക എന്ന കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് അവിടെ പോയി യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ധിക്കരിച്ച ആ സമൂഹത്തിന്റെ അവസ്ഥ നാം ഇന്നലെ വിശദീകരിക്കുക. അതിനെ തുടർന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 58, 59 ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതിപ്രകാരമാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. فَبَدَّلَ الَّذِينَ ظَلَمُوا قَوْلًا غَيْرَ الَّذِي قِيلَ لَهُمْ فَأَنزَلْنَا عَلَى الَّذِينَ ظَلَمُوا رِجْزًا مِّنَ السَّمَاءِ بِمَا كَانُوا يَفْسُقُونَ. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. فَبَدَّلَ الَّذِينَ ظَلَمُوا قَوْلًا غَيْرَ الَّذِي قِيلَ لَهُمْ فَأَنزَلْنَا
فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. وإذ قلنا നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. നാം പറഞ്ഞ സന്ദർഭം ഓർക്കുകയും ചെയ്യുക. ഉദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുവിൻ, ഹാദിഹിൽ ഖറിയത ഈ രാജ്യത്തിൽ, ഫകുലു എന്നിട്ട് തിന്നുകൊള്ളുവിൻ, മിൻഹ അതിൽ നിന്ന്, ഹൈസു ശിഅ്തും നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന്, റഗദൻ സുഭിക്ഷമായി, വദ്ഖുലുൽ ബാബ സുജ്ജദ വദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുവിൻ, അൽ ബാബ കവാടം, സുജ്ജദൻ സുജൂദ് ചെയ്യുന്നവരായി, തല കുനിച്ചവരായിക്കൊണ്ട്, വഖൂലു നിങ്ങൾ പറയുകയും ചെയ്യുവിൻ, ഹിത്തത്തുൻ പാപമോചനം, നഗ്ഫിർ നാം പൊറുക്കും, ലക്കും നിങ്ങൾക്ക്, ഖതായാക്കും നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, വസനസീദു നാം വർദ്ധിപ്പിക്കുകയും ചെയ്യും, അൽ മുഹ്സിനീൻ സുകൃതം ചെയ്യുന്നവർക്ക്. വഇദ് ഖുൽന നാം പറഞ്ഞ സന്ദർഭം ഓർക്കുകയും ചെയ്യുക. ഉദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുവിൻ, ഹാദിഹിൽ ഖറിയ ഈ രാജ്യത്തിൽ, ഫകുലു എന്നിട്ട് തിന്നുകൊള്ളുവിൻ, മിൻഹ അതിൽ നിന്ന്, ഹൈസു ശിഅ്തും നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന്, റഗദൻ സുഭിക്ഷമായി, വദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുവിൻ, അൽ ബാബ കവാടം, സുജ്ജദൻ സുജൂദ് ചെയ്യുന്നവരായി, വഖൂലു നിങ്ങൾ പറയുകയും ചെയ്യുവിൻ, ഹിത്തത്തുൻ പാപമോചനം, നഗ്ഫിർ നാം പൊറുക്കും, ലക്കും നിങ്ങൾക്ക്, ഖതായാക്കും നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, വസനസീദു നാം വർദ്ധിപ്പിക്കുകയും ചെയ്യും, അൽ മുഹ്സിനീൻ സുകൃതം ചെയ്യുന്നവർക്ക്. وَإِذْ قُلْنَا ادْخُلُوا هَذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ നാം നിങ്ങളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. നിങ്ങൾ ഈ രാജ്യത്തിൽ പ്രവേശിച്ചു കൊള്ളുവിൻ, എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന് സുഭിക്ഷമായി തിന്നുകൊള്ളുക, നിങ്ങൾ സുജൂദ് ചെയ്ത് തലകുനിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പടിവാതിൽ കടക്കുകയും, ഹിത്തത്തുൻ എന്ന് പറയുകയും, പാപമോചനം എന്ന് പറയുകയും ചെയ്യുവിൻ, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ നാം പുറത്തു തരുന്നതാണ്, സുകൃതം ചെയ്യുന്നവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുത്തേക്കുകയും ചെയ്യും. وَإِذْ قُلْنَا ادْخُلُوا هَذِهِ الْقَرْيَةَ فَكُلُوا وَإِذْ قُلْنَا ادْخُلُوا وَإِذْ ذَالَانَ ذَالِنُ سُكُونٌ وَإِذْ قُلْنَا ادْخُلُوا ذَالِ ഖൽഖലത്തിന്റെ അക്ഷരമല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഓതുമ്പോൾ وَإِذْ قُلْنَا ادْخُلُوا അതിനുശേഷം ഖുൽനാ ദുഖുലു അവിടെ ദാലിന് സുക്കൂനാണ്, അത് ഖൽഖലത്തിന്റെ അക്ഷരമാണ്, അതുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കി ഓതുക. വഇദ് ഖുൽനാ ദുഖുലു ഹാദിഹിൽ ഖറിയത ഫകുലൂ മിൻഹാ ഹാദിഹിൽ ഖറിയത അവിടെ
ഖാഫ് അതിനുശേഷം വാക്ക് സുക്കൂനാണ്, തഫ്ഖീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഹാദിഹിൽ ഖറിയത ഫകുലൂ മിൻഹാ ഫകുലൂ മിൻഹാ ഫകുലൂ മിൻഹാ. സുക്കൂനായ നൂനിന് ശേഷം ഹ എന്ന അക്ഷരമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ മണിക്കാൻ പാടില്ല. ഇദ്ഹാറിന്റെ നിയമമാണുള്ളത്. فكلوا منها حيث شئتم رغدا حيث شئتم رغدا فكلوا منها حيث شئتم رغدا. شئتم ഹംസക്ക് സുക്കൂനാണ്. شئتم رغدا رغدا وادخلوا. തൻവീനു ശേഷം വാവ് എന്ന അക്ഷരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്. മണിച്ചുകൊണ്ട് ചേർത്തോതുക. ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്. رغدا وادخلوا الباب سجدا وقولوا وادخلوا. ദാൽ സുക്കൂന് ഖൽഖലത്തിന്റെ അക്ഷരമാണ്. وادخلوا الباب سجدا وقولوا سجدا وقولوا. അവിടെ വാവിന് തൻവീനു ശേഷം വാവ് എന്ന അക്ഷരം വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്. നേരത്തെ റഗദൻ വ പറഞ്ഞതുപോലെ സുജ്ജദൻ വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും. വാക്ക് അവിടെ തർക്കീഖാക്കി ഉച്ചരിക്കുക. തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണ്, ശേഷം ലാഭമാണ്. അതുകൊണ്ട് വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും. ഹിത്തത്തുൻ നഗ്ഫിർ. അവിടെ തൻവീനു ശേഷം നൂന് എന്ന അക്ഷരം വന്നിട്ടുണ്ട്. ഇദ്ഗാം ബിഗുന്നയുടെ നിയമം തന്നെയാണ്. ഈ ആയത്തിൽ 3 ഇദ്ഗാം ബിഗുന്ന നമ്മൾ കണ്ടു. رغدا وادخلوا سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. അത് വഖഫ് ചെയ്യുമ്പോൾ ആലിദിന്റെ മദ്ദോട് കൂടിയിട്ട് വഖഫ് ചെയ്യുക. ഇനി വഇദ് ഖുൽന ദഖുലു. ഇവിടെ വാവ് ഇസ്തിനാഫിന്റെ വാവായിട്ടും പരിഗണിക്കാം. അതല്ലെങ്കിൽ ആതിഫിന്റെ വാവും ആവാൻ സാധ്യതയുണ്ട്. രണ്ടു നിലക്കും പണ്ഡിതന്മാര് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വഇദ് ഖുൽന അവിടെ ഇത് ഖുൽന അവിടെ നമ്മൾ അർത്ഥം പറഞ്ഞത് നാം പറഞ്ഞ സന്ദർഭം ഓർക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ നാം പറഞ്ഞ സന്ദർഭത്തെയും ഓർക്കുക. രണ്ടർത്ഥത്തിനൊപ്പം അത്ഫായിട്ടും ഇസ്തിനാഫായിട്ടും അത് ഉപയോഗിക്കാവുന്നതാണ് എന്നർത്ഥം. പിന്നെ ഇത് എന്നത് നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്. എന്താണ്? വർഫ് സമാനാണ് അല്ലെ? വർഫ് സമാനാണ്. വർഫ് സമാന്
മാദി മബ്നിയുൻ അല സുക്കൂൻ ഫീ മഹല്ലി മഫ്ഊൽ ബിഹി അല്ലേ? മഫ്ഊൽ ബിഹി എന്ന് പറയുമ്പോൾ അവിടെ ഫിഅൽ ഏതാണ്? اذكر ظرف زمان ماضي مبني على السكون في محل نصب مفعول به لفعل محذوف تقديره اذكر. وإذ قلنا ഇവിടെ എന്താണ്? ഇത് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആ സന്ദർഭത്തെ ഓർക്കുക എന്നാണ്. നിങ്ങൾ സന്ദർഭത്തെ ഓർക്കുക. എന്ത് സന്ദർഭം? ഖുൽന, നാം പറഞ്ഞ സന്ദർഭം. നാം പറഞ്ഞ ഖുൽന അറിയാലോ? ഖുൽന ഖുൽന ഖാല ഖാല ഖാലു ഖാലത്ത് ഖാലത ഖുൽന ഖുൽത ഖുൽതുമാ ഖുൽതും ഖുൽതി ഖുൽതുമാ ഖുൽതുന്ന ഖുൽതു ഖുൽനാ അല്ലേ? നമ്മൾ ഇപ്പോൾ അൽ ബലാഗയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിഅൽ മാദിയുടെ തസ്രീഫ്, ആ തസ്രീഫിലെ ഖുൽന എന്ന് പറയുന്നതിന്റെ സീഗ ഏതാണ്? മുതകല്ലിം ജംഅ ആണ് അല്ലേ? മുതകല്ലിം ജംഅ ആണ്. മുതകല്ലിം ജംഅ ഖുൽന ഫിഅൽ മാദി മുതകല്ലിം ജംഅ ആണ്. പക്ഷേ ഖുൽന എന്ന് പറയുമ്പോൾ ഖുൽ ഇവിടെ എങ്ങനെ പറയും? അതിന്റെ ഖുൽ എന്നത് ഫിഅൽ മാദി മബ്നിയുൻ അല അസ്സുകൂൻ അല്ലേ? ഫിഅൽ മാദി മബ്നിയുൻ അല അസ്സുകൂൻ എന്ന് പറയുന്നു. നാ എന്നത് ളമീറുൻ, നാ എന്ന് പറയുമ്പോൾ ളമീർ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്അ ഫി മഹല്ലി റഫ്അ. അപ്പോ ഫാഇൽ ഖുൽന എന്ന് മൊത്തത്തിൽ പറയുമ്പോൾ അതിന്റെ തഖ്ദീർ നഹ്നുവായി വരുന്നു. പിന്നെ വഇദ് ഖുൽന ദുഖുലു ഉദ്ഖുലു എന്നാണ്. അത് ഖുൽന എന്നതിലേക്ക് ചേർത്ത് പറയുമ്പോൾ വഇദ് ഖുൽന ദുഖുലു എന്ന് ഓതുന്നു. വഇദ് ഖുൽന ഉദ്ഖുലു എന്നുള്ളത് വഇദ് ഖുൽന ദുഖുലു എന്ന് പാരായണം ചെയ്യുന്നു. ഇവിടെ ദഖല യദ്ഖുലു ഉദ്ഖുൽ ഉദ്ഖുൽ دخل يدخل ادخل دخل يدخل ادخل ادخلوا فعل امران ادخل ادخلا ادخلوا فعل امرന്റെ തസ്രീഫ് നോക്കുമ്പോൾ എങ്ങനെയാണ്? ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ, നിങ്ങൾ പ്രവേശിക്കുക എന്നർത്ഥം. ഉദ്ഖുൽ എന്ന് പറയുമ്പോൾ ഒരാളോട് നീ പ്രവേശിക്കുക. ഉദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുക കൽപ്പനയാണ്, ഫിഅൽ അംറ. ദഖല പ്രവേശിച്ചു, യദ്ഖുലു പ്രവേശിക്കുന്നു. അതിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. യദ്ഖുലൂന അല്ലെങ്കിൽ തദ്ഖുലൂന. തദ്ഖുലൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവേശിക്കുന്നു. അതിന്റെ നൂനിനെ ഹദ്ഫ് ചെയ്തിട്ട് അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഫിഅൽ അംർ ആ രൂപത്തിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ. പിന്നെ അവിടെയുള്ള വാവുൽ ജമാഅത്തിനെ സംബന്ധിച്ച് എന്താ പറയാ? ഉദ്ഖുലു എന്ന് പറയുമ്പോൾ അതിലെ വാവുൽ ജമാഅത്ത് ഉദ്ഖുലു
ضمير مبني على سكون في محل رفع لا فاعل അങ്ങനെയാണ് വരിക. وَإِذْ قُلْنَا ادْخُلُوا هَذِهِ وَإِذْ قُلْنَا ادْخُلُوا هَذِهِ എന്ന് പറയുമ്പോൾ ഇസ്മു ഇഷാറയാണ് അല്ലേ? ഇസ്മു ഇഷാറയാണ്. മബ്നിയുൻ അലൽ ഹാദിഹി എന്ന ഇസ്മു ഇഷാറ മബ്നിയുൻ അലൽ കസ്ർ അല്ലേ? അതിന്റെ മഹൽ എന്തായിരിക്കും? ഹാദിഹി എന്നതിന്റെ മഹൽ എന്തായിരിക്കും? വഇദ് ഖുൽനാ ദുഖുലൂ ഹാദിഹി ഇസ്മു ഇഷാറ മബ്നിയുൻ അലൽ കസ്ർ ആണ്. ഫി മഹൽ എന്തായിരിക്കും? ഫി മഹൽ നസ്ബ് ആയിരിക്കും. കാരണം അത് മഫ്ഊൽ ബിഹി ആയിട്ട് വരും. ഹാദിഹി ഇതിൽ പ്രവേശിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അൽ ഖറിയത്ത എന്ന് പറയുമ്പോ അതോ മാഷാ അല്ലാഹ് അതൊരു ബദലിനുള്ള ഉദാഹരണമാണ്. കാരണം ഹാദിഹി എന്ന് പറഞ്ഞതിന് ശേഷം ആ ഹാദിഹി എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ട് ആ ഹാദിഹിക്ക് പകരമായി അൽ ഖറിയത്തിനെ പറയുന്നു. അപ്പൊ ഹാദിഹി മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ് അല്ലെ? അതന്നെയാണ് അൽ ഖറിയത്തിനെയും സംബന്ധിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഹാദിഹിൽ ഖറിയത്ത. അപ്പൊ ബദല് എന്താണ്? മൻസൂബാണ് അല്ലെ? ബദല് മൻസൂബ്. ഖറിയത്ത് എന്ന് പറയുമ്പോൾ ബദല് മൻസൂബ് എന്ന് പറയും. وَإِذْ قُلْنَا ادْخُلُوا هَذِهِ الْقَرْيَةَ فَكُلُوا ഫ എന്നത് ഇവിടെ ഹർഫ് അത്ഫാണ് അല്ലെ? അത്ഫാണ്. പിന്നെ കുലു കല യഅ്കുലു അതിന്റെ അമ്രാണ് കുൽ. അക്കല യഅ്കുലു കുൽ എന്നത് അതിന്റെ അമ്രാണ്. കുൽ തിന്നുക. അപ്പൊ അതിന്റെ ജംആയിട്ട് വരുന്നത് എന്തായിരിക്കും? കുലു എന്നാണ് അതിന്റെ ജംആയിട്ട് വരിക. അങ്ങനത്തെ രൂപത്തിൽ വരുന്നതൊക്കെ അങ്ങനത്തെ. അഖദ യഅഖുദു ഖുദ് എന്നാണ് പറയാ. അഖദ യഅഖുദു ഖുദ് അതിന്റെ ഖുദു എന്ന് പറയും. അമറ യഅ്മുറു മുറു എന്ന് പറയും. മുറു സുബിയാനക്കും ബിസ്സലാത്തി കേട്ടില്ലേ? മുറു എന്ന് പറയും. അതേസമയം ഇവിടെ ഖാല എന്നാണെങ്കിൽ ഖാല യഖൂലു ഖുൽ എന്നതിന്റെ ഇത് പറയെങ്കിലും അമ്രു പറയെങ്കിലും അത് ജമ്മായി പറയുമ്പോൾ ഖൂലു എന്നാണ് പറയുന്നത്. ഖൂലു. ഖാല യഖൂലു ഖുൽ ഖൂലു. ഖാമ യഖൂമു ഖും ഖൂമു.
എന്നാൽ ഇവിടെ അക്കല യഅ്കുലു കുൽ കുലു എന്നാണ് പറയുക. അപ്പോ വഇദ് ഖുൽന ദുഖുലു ഹാദിഹിൽ ഖറിയത ഫകുലു, ഫിഅൽ അംറാണ്. കുലു എന്ന് പറയുമ്പോൾ അത് ഫിഅൽ അംറാണ്. മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ, അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വാവുൽ ജമാഅത്ത് വമീറുൻ മബ്നിയുൻ അല സുകൂനി. വാവുൽ ജമാഅത്ത് വമീർ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ല് എന്തായിരിക്കും? റഫ്അ്, അല്ലേ? ഫി മഹല്ല് റഫ്അ് ഫാഇലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? വഇദ് ഖുൽന, നാം നിങ്ങളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്നർത്ഥം. വഇദ് ഖുൽന, നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഉദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കുക. ഹാദിഹിൽ ഖറിയത, ഈ രാജ്യത്തിൽ. ഫകുലു, എന്നിട്ട് നിങ്ങൾ തിന്നുക. മിൻഹ, അതിൽ നിന്ന്. മിൻഹ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന്. ഇവിടെ മിൻ എന്നത് എന്താണ്? ഹർഫ് ജറാണ്. അപ്പോ മിൻഹ എന്ന് പറയുമ്പോൾ മിൻ ഹർഫ് ജറാണ്. ഹ എന്ന് പറയുന്നത് വമീർ മുത്തസിലാണ്, അല്ലെ? വമീർ മുത്തസിലാണ്, മബ്നിയൻ അല സുകൂനാണ്. ഫി മഹല്ല് എന്തായിരിക്കും? ഫി മഹല്ല് മിൻഹ എന്നത് വമീർ. ഹ എന്നത് എന്താണ്? വമീർ മുത്തസിൽ മബ്നിയൻ അല സുകൂനി ഫി മഹല്ല് ജർ. في محل جر ما شاء الله. ഇസ്മ മജ്റൂറാണ്. കാരണം ഹ എന്ന് വരുന്നത് മിൻ എന്ന ഹർഫ് ജറിന് ശേഷമുള്ള ഇസ്മായിട്ടാണ് ആ ലമീറിനെ പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് ഇസ്മ മജ്റൂറാണ്. ഇവിടെ وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم, നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക, തിന്നുകൊള്ളുക. ഹൈസു ഷിഅ്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്നാണ്. ഹൈസു ഹൈസു എന്നാൽ അത് വർഫാണ്. അതെ, വർഫ് മക്കാനാണ്. ഹൈസു വർഫ് മക്കാനാണ്. പക്ഷെ വർഫുകൾ പൊതുവെ വർഫിന്റെ നിയമം നമ്മൾ പഠിച്ചത് എന്താണ്? മൻസൂബാണ്. അപ്പോ ഹൈസു എന്ന് പറയുമ്പോൾ വർഫ് മക്കാൻ മബ്നിയുൻ അല ദമ്മാണെങ്കിലും ഫി മഹല്ലി നസ്ബാണ്. മനസ്സിലായില്ലേ? ഫി മഹല്ല് ഹൈസു എന്ന് പറയുമ്പോൾ അത് വർഫ് മക്കാനാണ്, മബ്നിയുൻ അല ദമ്മാണ്. അത് ഹൈസ ഹൈസി എന്നാവൂല, മബ്നിയുൻ അല ദമ്മാണ്. പക്ഷേ ഫി മഹല്ല് നസ്ബാണ്. കാരണം വർഫായതുകൊണ്ട് വർഫ് നസ്ബിന്റെ സ്ഥാനത്താണ് നിൽക്കുക. ഹൈസു ഷിഅ്തും, ഹൈസു ഷിഅ്തും, ഷാഅ യശാഉ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ നിന്നാണ് ഷാഅ ഷാഅ ഷാഉ, ഷാഅത്ത് ഷാഅതാ ഷിഅ്ന, അങ്ങനെയാണ് വരിക. ഷിഅ്ത ഷിഅ്തുമാ ഷിഅ്തും ഷിഅ്തി ഷിഅ്തുമാ ഷിഅ്തുന്ന ഷിഅ്തു ഷിഅ്ന. നമ്മൾ ഇപ്പോൾ ബലാഗയില് പുതിയ ഗ്രേഡ് 1 വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മുഴത്തല്ലായ ഫിയലുകളെ കുറിച്ചുള്ള പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇത്തരം ഫിയലുകൾ അതിന്റെ തസ്രീഫ് അല്പം ചിലപ്പോൾ ഒരു വ്യത്യസ്തത തോന്നുന്നുണ്ടാവാം. ഷാഅ എന്നത് അത് ഇല്ലത്തിന്റെ അക്ഷരമുള്ള
ഒരു ഫിഅലാണ്. അതുകൊണ്ട് അതിന് ഫിഅല് മുഅത്തല് എന്ന് പറയും. ഫിഅല് സ്വഹീഹല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ദഖല എന്ന് പറഞ്ഞതുപോലെയുള്ള ഇല്ലത്തിന്റെ അക്ഷരമില്ലാത്ത സ്വഹീഹായി വരുന്ന ഫിഅലല്ല. ഇവിടെ ഷാ എന്ന് പറയുന്നത് ഫിഅല് മുഅത്തലാണ്. കാരണം ഇല്ലത്തിന്റെ അക്ഷരമുണ്ട്. ഇവിടെ ഷാ യശാഉ, അതിൽ നിന്ന് ഷാ ഷാ ഷാഉ ഷിഅ്തും എന്ന് പറയുമ്പോൾ ഹാദിർ മുദക്കർ ജംആണ്. ഫിഅൽ മാദി ഹാദിർ മുദക്കർ ജംആണ് അതിന്റെ സീഗ. അപ്പോ ഷിഅ്തും എന്ന് അതിനെ നമ്മൾ മബ്നിൻ അല സുക്കൂനായിട്ടാണ് വരിക. അല്ലേ, തും എന്ന് പറയുമ്പോൾ മബ്നിൻ അല സുക്കൂനാണ്. ഫിഅൽ മാദി മബ്നിൻ അല സുക്കൂനാണ്. തും എന്ന് പറയുന്ന ളമീർ, ആ ളമീർ മബ്നിൻ അല സുക്കൂനാണ്. ഫി മഹല്ല് റഫ്അ് ഫാഇൽ, അല്ലേ, ഫി മഹല്ല് റഫ്അ് ഫാഇലാണ് ഷിഅ്തും. അത് മൊത്തത്തിൽ പറയുമ്പോൾ ഷിഅ്തും എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളത് ളമീർ മുസ്തതിറാണ്. ളമീർ മുസ്തതിറാണ്. തഖ്ദീറുഹു അൻതും, അല്ലേ, തഖ്ദീറുഹു എന്താണ്? അൻതും എന്നാണ്. അപ്പോ ഹൈസു ഷിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന്, നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന്. ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന് മിൻഹാ ഹൈസു ശിഅ്തും റഗദൻ. അടുത്തത് റഗദൻ എന്നാണ്. റഗദൻ എന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്നാണ്, അല്ലേ, നേരത്തെ പഠിച്ചിട്ടുണ്ട്. റഗദൻ എന്നത് പിന്നെ ഇവിടെ നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, സുഭിക്ഷമായിക്കൊണ്ട് എന്നാണ്. അതാണ് സുഭിക്ഷമായിക്കൊണ്ട്. അപ്പൊ ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക, തിന്നുക. ഹൈസു ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന്. റഗദൻ, സുഭിക്ഷമായിക്കൊണ്ട്. അപ്പോൾ ഇവിടെ കുലു എന്ന് പറയുന്ന ഫിഅല്, അപ്പൊ നമ്മൾ സാധാരണ ഭക്ഷിക്കുക, അതിനുശേഷം നന്നായി ഭക്ഷിക്കുക എന്നുള്ളതിന് അർത്ഥത്തിൽ നിങ്ങൾ ഒരു തിന്നൽ തിന്നുക, അല്ലെങ്കിൽ ഫകുലു ഹൈസു ശിഅ്തും അഖ്ലൻ അല്ലെങ്കിൽ ഉഖ്ലൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുക എന്നർത്ഥം വരും. അപ്പൊ അങ്ങനെ വരുമ്പം അതിന് മഫ്ഊൽ മുത്ലഖ് എന്ന് നമ്മൾ പറയാറുണ്ട്. നേരത്തെ പഠിച്ചിട്ടുണ്ട് മഫ്ഊൽ മുത്ലഖ്. പക്ഷെ ഇവിടെ മഫ്ഊൽ മുത്ലഖിൽ സാധാരണഗതിയിൽ എന്താണ്? സാധാരണഗതിയിൽ ആ ഫിഅലിന്റെ മസ്ദർ തന്നെയാണ് കടന്നു വരാറുള്ളത്. മഫ്ഊൽ മുത്ലഖിൽ ആ ഫിഅലിന്റെ മസ്ദറാണ് കടന്നു വരാറുള്ളത്. അങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിച്ച ഉദാഹരണങ്ങളിലൊക്കെ? അതെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇവിടെ അതിന്റെ മസ്ദർ അല്ല പ്രയോഗിച്ചിട്ടുള്ളത്, റഗദൻ എന്ന പ്രയോഗമാണ്. റഗദൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായി അതിന്റെ അർത്ഥം അൽ കസീറുൽ വാസിഅ എന്നാണ്. അൽ കസീറുൽ വാസിഅ അല്ലദീ ലാ യുത്അബു ഫീഹി ഫകുലൂ മിൻഹാ ഹൈസു ശിഅ്തും റഗദൻ എന്നൊക്കെ പറയുന്നതിനോട് ഉദ്ദേശിക്കുന്നത് റിസ്ഖുൻ വാസിഅ എന്നൊക്കെ, അതായത് സുഭിക്ഷമായ ഭക്ഷണം. അൽ കസീറുൽ വാസിഅ, വളരെ വിശാലമായത് എന്ന അർത്ഥത്തിലാണ്. അപ്പോ ഇവിടെ ആ മഫ്ഊൽ മുത്ലഖ് ഉപയോഗിക്കുന്നതിന്, ആ പദം ഉപയോഗിക്കുന്നതിന് പകരം മറ്റൊരു പദം ഉപയോഗിച്ചിരിക്കുകയാണ്. ശരിക്കും മഫ്ഊൽ മുത്ലഖ് ആയിട്ടാണ്
റഗദനെ ഉപയോഗിച്ചതെങ്കിലും റഗദൻ അല്ലല്ലോ അവിടെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് റഗദൻ എന്നതിനെ സംബന്ധിച്ച് പറയാറുള്ളത് നായിബാണ് എന്ന് പറയും. അത് നായിബ് അനിൽ മഫ്ഊൽ അൽ മുത്ലഖ് മൻസൂബ്, ഇങ്ങനെ പറയാം. നായിബായിട്ട് പകരക്കാരനായി വരുന്നു എന്നർത്ഥം. മഫ്ഊൽ മുത്ലഖായി ഉപയോഗിക്കേണ്ട പദത്തിന് പകരക്കാരനായി വരുന്ന ആളാണ്. അങ്ങനെയാണ് ഇവിടെ റഗദൻ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതും മൻസൂബാവണം. അത് മൻസൂബാവണം. മഫ്ഊൽ മുത്ലഖ് മൻസൂബാണ്. മനസ്സിലായിട്ടല്ലോ? അപ്പോ ഫകുലൂ മിൻഹാ ഹൈസു ശിഅ്തും റഗദൻ വദ്ഖുലൂ വാവ് ഹർഫാത്ഫാണ്. അപ്പോ ഹൈസു ശിഅ്തും റഗദൻ വദ്ഖുലൂ വാവ് ഹർഫാത്ഫാണ്. ഉദ്ഖുലൂ എന്നത് നമ്മൾ നേരത്തെ അല്ലേ വൈദ്ഖുൽനദ്ഖുലു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. വദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുക. വദ്ഖുലു റഗദൻ വദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അത് കൽപ്പനയാണ്. ഫിഅൽ അംറാണ് മബ്നിയൻ അലാ ഹദ്ഫിൻ നൂൻ അല്ലേ? ഫിഅൽ അംറാണ് മബ്നിയൻ അലാ ഹദ്ഫിൻ നൂൻ. പിന്നെ നിങ്ങൾ പ്രവേശിക്കുക അൽ ബാബ. അൽ ബാബ എന്ന് പറയുമ്പോൾ മഫ്ഊൽ ബിഹി മൻസൂബ. നിങ്ങൾ നിങ്ങൾ പ്രവേശിക്കുക എന്നതിൽ നിന്നുണ്ടാകുന്ന മഫ്ഊൽ ബിഹിയാണ്. അവിടെ നിങ്ങളാണ് ഫാഇലായി വരുന്നത്. ഇവിടെ നേരത്തെ ഉദ്ഖുലു ഹാദിഹി എന്ന് പറഞ്ഞെടുത്ത് ഹാദിഹിയാണ് മഫ്ഊൽ ബിഹി ആയത്. വദ്ഖുലുൽ ബാബ സുജ്ജദൻ വദ്ഖുലുൽ ബാബ നിങ്ങൾ പടിവാതിലിൽ കടക്കുക. സുജ്ജദൻ തല കുനിക്കുന്നവരായിക്കൊണ്ട്. സുജ്ജദൻ എന്ന് പറഞ്ഞാൽ സജദ. അത് ഹാലാണ് അല്ലേ? വദ്ഖുലുൽ ബാബ നിങ്ങൾ പടിവാതിൽ കിടക്കുക. എങ്ങനെ, ഏതവസ്ഥയിലാണ്? സുജ്ജദൻ സുജൂദ് ചെയ്യുന്നവരായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ തല കുനിച്ചുകൊണ്ട് എന്ന അർത്ഥത്തിൽ. ഇപ്പൊ സുജ്ജദൻ എന്നത് ഇവിടെ ഹാലായിട്ടാണ് ഉപയോഗിക്കുന്നത്. വഖൂലു വാവ് ഹർഫ് അത്ഫ്. ഖൂലു നിങ്ങൾ പറയുകയും ചെയ്യുക. ഖൂലു എന്ന് പറഞ്ഞാൽ ഖാല യഖൂലു. നമ്മുടെ സാഹിബുൽ ഹാല് ആരാണ്? ദുഖുലു അൽ ബാബ സുജ്ജദൻ എന്ന് പറയുമ്പോൾ സാഹിബുൽ ഹാൽ ആരാണ്? ഫാഇൽ എന്നാണ് വരിക അല്ലെ? ഫാഇൽ എന്നാണ് വരിക. നിങ്ങൾ, അതാണ് സാഹിബുൽ ഹാൽ. അപ്പോ വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു. ഖൂലു
അതെ, അൻതും അതാണ്. ഖാല യഖൂലു, നേരത്തെ നമ്മൾ ഉദാഹരണത്തിൽ പഠിച്ചിട്ടുണ്ട് കുൽ, അതാണ് അതിന്റെ അംർ. ആ അംറിൽ നിന്ന് അതിന്റെ ബഹുവചന രൂപമാണ് ഖൂലു. കുൽ, ഖൂല, ഖൂലു. അപ്പോ നിങ്ങൾ പറയുക, വഖൂലു, നിങ്ങൾ പറയുക. ഫീൽ അംറാണ്, മബ്നിൻ അലാ ഹദ്ഫിൻ നൂൻ, അല്ലേ? വഖൂലു. ഹിത്തത്തുൻ, ഹിത്തത്തുൻ എന്ന് പറയുക. അല്ല, ഹിത്തത്തുൻ. ഹിത്തത്തുൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുക. ഹിത്തത്തുൻ എന്തായിരിക്കും അത്? ഹിത്തത്തുൻ എന്നോട് ഉദ്ദേശിക്കുന്നത് പാപമോചനം എന്നാണ്. അപ്പൊ അതേക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഹിത്തത്തുൻ എന്ന് പറയുക എന്നാണെങ്കിൽ അത് മഫ്ഊൽ ബിഹി ആവണം, ഹിത്തത്തൻ എന്നാവണ്ടേ? മഫ്ഊൽ ബിഹി ആവണമെങ്കിൽ നിങ്ങൾ പറയുക, അവിടെ നിങ്ങളാണ് ഫാഇൽ. ഫിഅൽ എന്താണ്? പറയുക എന്ന ഖാലയാണ് ഫിഅലായി വരുന്നത്. അപ്പൊ അതിന്റെ മഫ്ഊലായി വരുന്നതാണെങ്കിൽ നിങ്ങൾ ഹിത്തത്തൻ, വഖൂലു ഹിത്തത്തൻ എന്ന് പറയേണ്ടതല്ലേ? അവിടെ ഹിത്തത്തുൻ എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ അവിടെ അതുകൊണ്ടാണ് ഇതിന്റെ അർത്ഥം നൽകുന്ന സന്ദർഭങ്ങളിൽ പണ്ഡിതന്മാർ വളരെ സൂക്ഷ്മമായിട്ടാണ് അതിനർത്ഥം നൽകിയത്. വഖൂലു, നിങ്ങൾ പറയുക, ഹിത്തത്തുൻ പാപമോചനം എന്ന് പറയുകയും ചെയ്യുവിൻ എന്നാണ്. പാപമോചനം എന്ന് പറയുകയും ചെയ്യുവിൻ എന്ന മാനുമൂലി കൊടുത്ത് കാണാൻ സാധിക്കും. ഇവിടെ അതായത് അവിടെ മഹദൂഫ്, അത് ഖബർ ആയിട്ടാണ് വരുന്നത്, മുബ്തദ അല്ല. അത് മുബ്തദ അല്ല, അത് ഖബർ ആയിട്ടാണ് വരുന്നത്. അവിടെ ഒരു മുബ്തദനെ ഹദ്ഫ് ചെയ്യപ്പെട്ട ഒരു മുബ്തദ ഉണ്ട്. അത് റഗബത്തുന എന്നാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. റഗബത്തുന അല്ലെങ്കിൽ സുആലുന, റഗബത്തുന സുആലുന, ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ ചോദിക്കുന്നത് എന്ന അർത്ഥത്തിൽ. അപ്പോ ആ ഒരു രൂപത്തിലെടുക്കുകയാണെങ്കിൽ ഖൂലു, നിങ്ങൾ പറയുക, അത് പിന്നൊരു വാചകമാണ്, മുബ്തദവും ഖബറുമായി വരുന്ന ഒരു വാചകം. അപ്പൊ അവിടെ അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പാപമോചനമാണ് എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ആശയം വരുന്നത്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ റഗ്ബത്തുന എന്നുള്ള പദം പ്രയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതിന് നേർക്കുനേരെ അർത്ഥം പറയുമ്പോൾ ആ പദത്തെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് പാപമോചനം എന്ന് പറയുക എന്ന് അർത്ഥം നൽകുകയാണ് പതിവ്. ഇവിടെ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഖബർ മർഫൂഉൻ എന്നാണ്. ഖബർ മർഫൂ ആണ്. ഹിത്തത്തുൻ എന്നത് ഖബർ മർഫൂ ആണ്. ഖബർ മർഫൂ ആണ്, പറയാം. ഖബർ മർഫൂ ആണ് ഇത്. അതിന്റെ മുബ്തദ, അവിടെ അപ്പം ഖബർ ഉണ്ടാവണമെങ്കിൽ അവർ മുബ്തദാണല്ലോ. അപ്പൊ ആ മുബ്തദനെ സംബന്ധിച്ച് പറയുമ്പോൾ വൽ മുബ്തദഉ
മഹദൂഫുൻ, അത് ഹദഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തഖ്ദീറുഹു, അതിന്റെ തഖ്ദീർ റഗ്ബത്തുന. ഇതാണ്. അപ്പോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങളും ചില സന്ദർഭങ്ങളുമൊക്കെ ഭാഷയിൽ കടന്നു വരും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൊക്കെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കടന്നു വരും. അപ്പൊ നിങ്ങളത് സത്യത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ചിന്തിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. എന്താണത്? ചിന്തിച്ച് മനസ്സിലാക്കേണ്ടുന്ന വിഷയം എന്ന് പറയുമ്പോൾ ഖൂലു, നിങ്ങൾ പറയുക, ഹിത്തത്തുൻ, അവിടെ ഹിത്തത്തൻ എന്നല്ലേ വരേണ്ടത് എന്ന സംശയം വരുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ഉത്തരം തേടേണ്ടതുണ്ട്, ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ആ ഉത്തരത്തെ കണ്ടെത്താനുള്ള മാർഗം ആ ആയത്തിനെ വ്യാഖ്യാനിച്ച തഫ്സീറുകളും അത് മറ്റും പരിശോധിക്കുകയും അതിൽ നിന്നത് മനസ്സിലാക്കുകയുമാണ് വേണ്ടത്. ഇവിടെ മുബത്തദ ആയിട്ടാണ്, ഖബറായിട്ടാണ് വരുന്നത്. ആ ഖബറിന് ഒരു മുബത്തദ ഉണ്ടായിരിക്കണം. ആ മുബത്തദ മഹദൂഫാണ്. ആ മഹദൂഫായ മുബത്തദ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന അർത്ഥമാണ്, പാപമോചനം എന്നതാണ്. അപ്പം ഫഖൂലു, നിങ്ങൾ പറയുക, ഞങ്ങളുടെ ആഗ്രഹം പാപമോചനമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ചോദിക്കുന്നത് പാപമോചനമാകുന്നു എന്നർത്ഥം. അപ്പൊ നിങ്ങൾ സുജൂദ് ചെയ്ത് തല കുനിച്ച് കൊണ്ട് രാജ്യത്തിന്റെ പടിവാതിൽ കടക്കുകയും ഹിത്തത്തുൻ എന്ന് പറയുകയും ചെയ്യുവിൻ. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന. നഗ്ഫിർ ലക്കും ഖത്വായാക്കും, നഗ്ഫിർ ലക്കും ഖത്വായാക്കും, നഗ്ഫിർ ലക്കും. ഇവിടെ നഗ്ഫിർ ലക്കും എന്ന് പറയുമ്പോൾ ഗഫറ ഗഫറ യഗ്ഫിറു, പുറത്ത് തിന്നു, പുറത്തു നൽകി. ഗഫറ യഗ്ഫിറു, പൊറുക്കുന്നു. ഗഫറ പുറത്തു, യഗ്ഫിറു പൊറുക്കുന്നു. അതായത് ഫഅല യഫ്ഇലു വസ്നിലാണ് ഇത് വരുന്നത്. ഗഫറ യഗ്ഫിറു. അപ്പോൾ നാം നഗ്ഫിറു എന്നാണ് വരേണ്ടത്. നാം പൊറുക്കുന്നു. നഗ്ഫിറു, നാം പൊറുക്കുന്നു. അതിന്റെ സീഗ എന്തായിരിക്കണം? നഗ്ഫിറു എന്ന് പറയുമ്പോൾ, നഗ്ഫിറു എന്ന് പറയുമ്പോൾ ഫിഅൽ മുളാരി ആണ്. ഫിഅൽ മുളാരി മുതകല്ലിം ജം ആണ് അല്ലേ? ഫിഅൽ മുളാരി മുതകല്ലിം ജം ആകുന്നു. ഫിഅൽ മുളാരി മുതകല്ലിം ജം ആകും. അപ്പോ ഗഫറ യഗ്ഫിറു നഗ്ഫിറു എന്നത് അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോ ഇവിടെ നഗ്ഫിർ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. നഗ്ഫിർ, അതായത് സുക്കൂനോട് കൂടിയിട്ടാണ് അത് അവസാനിക്കുന്നത്. അതിനുള്ള കാരണം ഇവിടെ ഫഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യുക ചില കാര്യങ്ങൾ. وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا എന്ന് പറഞ്ഞതിന് ശേഷം വഖൂലു, നിങ്ങൾ പറയുക, ഹിത്തത്തുൻ, ഹിത്തത്തുൻ. അപ്പൊ അവിടെ ഒരു ത്വലബ്, ഒരു ആവശ്യപ്പെടലുണ്ട്. അപ്പൊ അതിന്റെ ജവാബായിക്കൊണ്ടാണ് ഇത് വരുന്നത്. ജവാബ് ത്വലബാണ്.
അതാണ് ജവാബു ത്വലബാണ്. ത്വലബിനുള്ള ഒരു ഉത്തരമായിട്ട് പറയുമ്പോൾ അത് മജ്സൂമാണ്. ജവാബ് ത്വലബ് മജ്സൂം. ഇൻഷാ അല്ലാഹ് നമുക്കിത് പഠിക്കാനുള്ള വിഷയങ്ങളാണ്. ബലാഗയിൽ നമ്മൾ ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം വിശദീകരിക്കുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ നഗ്ഫിർ എന്ന് പറയുന്നത്. അത് മജ്സൂമാണ്, ജസ്മ ചെയ്യപ്പെടും. ജസ്മ ചെയ്യപ്പെടുന്നതിന്റെ ഒരു വിധമാണ് അതിന് സുക്കൂന് നൽകുക എന്ന്. പദങ്ങൾക്ക് സുക്കൂൻ നൽകുക എന്നത് ജസ്മിന്റെ ഒരു അടയാളത്തിൽ പെട്ടതാണ്. നഗ്ഫിർ ലക്കും, ലക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്, ലക്കും. എന്താണ് ലക്കും എന്ന് പറയുമ്പോൾ ലാമ് ലി, അതിന്റെ കൂടെ അൻതും എന്ന് വരുന്നതാണ് യഥാർത്ഥത്തിൽ ലക്കും എന്നായി മാറുന്നത്. അപ്പൊ ലാമ് ഇവിടെ എന്താണ്? ഹർഫ് ജറാണ് അല്ലെ? ഹർഫ് ജറാകുന്നു. ലാമ് ഹർഫ് ജറാണ്. അപ്പൊ അതിലേക്ക് കും എന്നത് ചേർന്ന് വന്നാൽ എന്താണ്? കും. കും എന്നത് ലക്കും എന്നതിലുള്ള കും എന്താണ്? ضمير مبني على السكون. تصل مبني على السكون في محل جر. لا، في محل جر. في محل جر. نغفر لكم خطاياكم. خطاياكم خطيئة എന്നതിന്റെ ബഹുവചനമാണ് ഖതായ, പാപങ്ങൾ. ഖതായ നഗ്ഫിർ ലക്കും, നാം നിങ്ങൾക്ക് പുറത്തു തരുന്നു എന്ന് പറയുമ്പോൾ ഖതായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖതായ മഫ്ഊൽ ബിഹി മൻസൂബാണ് അല്ലേ? മഫ്ഊൽ ബിഹി മൻസൂബാണ്. എന്താണ്? എല്ലാവരും ക്ഷീണിച്ചോ? മഫ്ഊൽ ബിഹി മൻസൂബാണ്. ഖതീഅ ജംഉ ഖതായ മഫ്ഊൽ ബിഹി മൻസൂബാണ്. പക്ഷെ അവിടെ ഒരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടത്? ഖതായാകും, ഖതായാകും എന്നുള്ളതിലുള്ള ഖതീഅത്ത് ബഹുവചനം ഖതായ. അപ്പൊ ഖതായ എന്ന് പറയുന്നത് മഫ്ഊൽ ബിഹിയാണ്. കും നിങ്ങളുടെ, ഖതായാകും എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് പറയാ? ഖതായാകും നിങ്ങളുടെ പാപങ്ങൾ എന്ന് പറയുമ്പോൾ കും എന്നത് ഇവിടെ എന്താണ് സത്യത്തിൽ? ضمير مبني مبني على سكون في محل جر. لا، في محل جر ആണ്. എന്താ കാരണം? മുളാഫ് ഇലൈഹി. മാഷാ അല്ലാഹ്, മുളാഫ് ഇലൈഹി ആയതുകൊണ്ട് അത് في محل جر ആണ്. ഖതായാകും. വ അത് ഇസ്തിനാഫിന്റെ വാവാണ്. വാവ് ഇസ്തിനാഫ്. സനസീദു, സനസീദു, സീന് നസീദു, സാ കൂട്ടണം നസീദു. സാദ യസീദു, അത് സാദ യസീദു. സാദ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു.
ഇവിടെ സീൻ എന്താണ്? നസീദു എന്ന് പറയുമ്പോൾ നാം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു എന്നർത്ഥം. സീന് ഹർഫ് എന്താണ്? ഹർഫ് ഇസ്തിഖ്ബാൽ. എന്താണ് പറയാ? ഹർഫ് ഇസ്തിഖ്ബാൽ. മുസ്തഖ്ബിലായി വരുന്ന ഫിഅലിന്റെ അതിന് ഉപയോഗിക്കുന്ന സീൻ, അതിനെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന സീൻ, ഭാവി കാലത്തെ സൂചിപ്പിക്കുക, അതിനാണ് സീന് ഉപയോഗിക്കുന്നത്. നാം ചെയ്യും എന്ന് പറയാനുള്ള ഭാവി കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഹർഫ് ഇസ്തിഖ്ബാലാണ്. വസനസീദു, നസീദു എന്ന് പറയുമ്പം ഫിഅൽ മുളാരി ആണ്. ഫിഅൽ മുളാരി ആണ്, അത് മർഫൂ ആണ് അല്ലെ? ഫിഅൽ മുളാരി മർഫൂ ആണ് നസീദു. അതിലടങ്ങിയ ഫാഇൽ എന്താണ്? നസീദു എന്നതിലെ ഫാഇൽ എന്താണ്? നസീദു എന്നതിലുള്ള ഫാഇൽ നസീദു എന്നതിലുള്ള ഫാഇൽ ളമീർ മുസ്തതിർ തഖ്ദീറുഹു നഹ്നു അല്ലേ? നഹ്നു ആണ്. നഹ്നു എന്ന് വരുന്ന അതാണ് നസീദു എന്നതിലുള്ള ളമീർ. സനസീദു നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അൽ മുഹ്സിനീൻ, അൽ മുഹ്സിനീൻ. അഹ്സന സുകൃതം ചെയ്തു എന്നാണ്. നല്ല കാര്യം ചെയ്യുന്നതിന് അഹ്സന എന്ന് പറയാം. അഹ്സന യുഹ്സിനു, അഹ്സന യുഹ്സിനു എന്ന് പറയുന്ന ഫിഅല് അതെന്താണ്? ഫിഅല് മാളി. ഇത് അഹ്സന യുഹ്സിനു എന്ന് പറയുമ്പോൾ മസീദാണ് അല്ലെ? ഹസുന എന്നതിൽ നിന്നുണ്ടാകുന്ന അഹ്സന യുഹ്സിനു അതെന്താണ്? മസീദാണ്. ഫിഅല് മാളി മസീദ്. അതിൽ നിന്നുണ്ടാകുന്ന ഇസ്മു ഫാഇലാണ് മുഹ്സിൻ. ആണ് മുഹ്സിൻ. അതിന്റെ ഇസ്മു ഫാഇലാണ് മുഹ്സിനുൻ. അഹ്സന യുഹ്സിനു മുഹ്സിനുൻ. മനസ്സിലായില്ലേ? മുഹ്സിനൂന എന്ന് പറഞ്ഞാൽ അതിന്റെ ജം ആണ്. മുഹ്സിനൂന അതിന്റെ ജം ആണ്. ജം എന്ത് ജമ്മാണിത്? ജമ്മ മുദക്കർ സാലിമാണ്. മുഹ്സിനൂന എന്ന് പറയുമ്പോൾ ജമ്മ മുദക്കർ സാലിമാണ്. അതിന്റെ ബഹുവചനം മുഹ്സിൻ, മുഹ്സിനൂന. അഹ്സന യുഹ്സിനു മുഹ്സിനുൻ, മുഹ്സിനൂന. അപ്പൊ അതിലേക്ക് അൽഫിലാം ചേരുന്നു. അൽ മുഹ്സിനൂന അത് മാരിഫയായി മാറുന്നു. അപ്പോ വസനസീദു നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. അൽ മുഹ്സിനീന എന്നായി മാറുന്നു. വൽ മുഹ്സിനീന എന്ന് ഇവിടെ വാവ് നൂന് യാ നൂനാകുന്ന സന്ദർഭം ഏതാകുന്നു? വസനസീദു നാം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അൽ മുഹ്സിനീന എന്ന് പറയുന്ന മഫ്ഊൽ ബിഹി മൻസൂബ്, നസ്ബ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് വാവ് നൂൻ എന്തായി മാറിയത്? യാ നൂന് ആയി മാറിയത്. അപ്പോ ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് നമുക്ക് നാളത്തെ ക്ലാസ് വിശദീകരിക്കാം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യം അത് കൃത്യമായി ശ്രദ്ധിക്കുക. നാം നിങ്ങളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. നിങ്ങൾ ഈ രാജ്യത്തിൽ പ്രവേശിച്ചു കൊള്ളുവിൻ, എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന് സുഭിക്ഷമായി തിന്നുകൊള്ളുക. നിങ്ങൾ സുജൂദ് ചെയ്ത് തലകുനിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പടിവാതിലിൽ കടക്കുകയും ഹിത്വത്തുൻ അഥവാ പാപമോചനം എന്ന് പറയുകയും ചെയ്യുവിൻ. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ നാം പുറത്തു തരുന്നതാണ്. സുകൃതം ചെയ്യുന്നവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുത്തേക്കുകയും ചെയ്യും. അപ്പോ ഇത് ബനു ഇസ്രായേൽ വിഭാഗം ചെങ്കടൽ കടന്ന് 40 വർഷക്കാലം അവിടെ കഴിച്ചുകൂട്ടി പലസ്തീനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പക്ഷേ അവരോട് ആ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണുണ്ടായത്. അതിനോട് അവർ ധിക്കാരം പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആയത്തിൽ നാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിന്റെയും തൊട്ടടുത്തുള്ള ആയത്തിന്റെയും വിശദീകരണങ്ങളിൽ അതിന്റെ മറ്റു ചരിത്രപരമായ കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കുവാനും
അതനുസരിച്ചുള്ള യഥാർത്ഥ വിശ്വാസികളായി തീരുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി അത് ഹൃദിസ്ഥമാക്കുകയും അതിൻ്റെ ആശയങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അത് വളച്ചുകെട്ടില്ലാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം ജീവിതത്തിൽ അത് പാലിച്ചുകൊണ്ട് നാം ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് അള്ളാഹു ഇത് സ്വാലിഹായ അമലായി രേഖപ്പെടുത്തുമാറാവട്ടെ. ഞാൻ ഈ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അതുപോലെ തന്നെ ഈ സമയവും ഇതിനു വേണ്ടി ചെലവഴിച്ച മറ്റെല്ലാ കാര്യങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.